തോട്ടം വിളകളിൽ അവക്കാഡോ ഉൾപ്പെടുത്തി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് നയപരമായ നടപടി വേണമെന്ന് മുൻ കൃഷി മന്ത്രി VS സുനിൽകുമാർ അഭിപ്രായപ്പെട്ടു. ചിറയിൽ അഗ്രോ ഗാർഡനിൽ അവക്കാഡോ ശില്പശാല ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകനായ ഇല്യാസ് അരൂർ അധ്യക്ഷത വഹിച്ചു. അമ്പലവയൽ റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ നജീബ് നടുത്തുടി ക്ലാസ് എടുത്തു. ആരോഗ്യത്തിന് ഗുണകരമായ കൊഴുപ്പുകൾ ധാരാളമടങ്ങിയ അവക്കാഡോ കൃഷിയിലേക്ക് കൂടുതൽ പേർ എത്തുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. രക്തസമ്മർദ്ദം, പ്രമേഹം, ഹൃദ്രോഗം എന്നിവ നിയന്ത്രിക്കാനാവശ്യമായ ഘടകങ്ങൾ ഈ പഴത്തിൽ കൂടുതലായുണ്ട്. 3 വർഷം കൊണ്ട് വിളവെടുക്കുന്ന അവക്കാഡോ നല്ല ലാഭം തരുന്ന കാർഷികോൽപ്പന്നമായി മാറിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പലതരം തൈകളുടെ ഉൽപ്പാദനവും വിൽപ്പനയും ചിറയിൽ ഗാർഡനിലുണ്ട്. കർഷകർക്ക് ശാസ്ത്രീയ കൃഷിരീതികൾ പരിചയപ്പെടുത്താനും അവർക്കുള്ള സംശയങ്ങൾ നേരിട്ട് ചോദിച്ചറിയാൻ അവസരമൊരുക്കുകയുമാണ് ഇത്തരം ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചിറയിൽ ഗാർഡൻ ഫൗണ്ടർ KM കോയാമു പറഞ്ഞു. ചിറയിൽ അഗ്രോ ഗാർഡൻ ഈ ബട്ടർ കൃഷി, അവക്കാഡോ എന്ന് പറഞ്ഞ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് വെച്ചുള്ളത്. നമ്മുടെ നാട്ടിൽ പൊതുവെ അവക്കാഡോ കായ്ക്കാറില്ല. അവക്കാഡോ പല വീടുകളിലുണ്ടെങ്കിലും 6, 7, 10, 15 കൊല്ലം കഴിഞ്ഞിട്ട് കായ്ക്കാതൊക്കെയാണ്. ഈ തണുപ്പ് പ്രദേശങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന അവക്കാഡോ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് ചിറയിൽ അഗ്രോ ഗാർഡൻ ചൂട് കാലാവസ്ഥയിൽ കായ്ച്ച അവക്കാഡോ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് അന്വേഷിച്ചത്. ഏകദേശം 100ഓളം മരങ്ങൾ നമ്മുടെ നാട്ടിൽ കായ്ച്ച് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. വർഷത്തിൽ 2 തവണ കായ്ക്കുന്നത്, കിലോ ഉണ്ടാവുന്നത്. അങ്ങനെ അതിൽ നിന്ന് 2-3 കായ്ച്ച് 5, 6, 7 വർഷം കഴിഞ്ഞ നല്ല മരങ്ങൾ സെലക്ട് ചെയ്ത് അവക്കാഡോ തൈ ഉണ്ടാക്കി, ബട്ടർ തൈ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന പരിപാടി നമ്മൾ നടത്തുമ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് ആൾക്കാരെ ബോധവൽക്കരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇന്നൊരു ക്ലാസ് സംഘടിപ്പിച്ചത്. അത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിൻ്റെ അമ്പലവയലിലെ നജീബ് സാറാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ നമ്മൾ ആളുകൾക്കൊക്കെ ഇതിന് സംശയം ദൂരീകരിച്ചാൽ ഒരു നല്ല ഭക്ഷ്യവസ്തുവാണ് അവക്കാഡോ. ആളുകൾ ജനങ്ങൾക്ക് വൈറ്റമിൻ കിട്ടുന്നൊരു സാധനമാണ്. ആളുകൾ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ കാലത്തും നമ്മൾ കടകളിൽ അവക്കാഡോ കിട്ടും. അത് പല രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുന്നതാണ് ആ ഉൽപ്പന്നം. നമ്മുടെ നാട്ടിലുണ്ടാക്കി നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി കൂടും, രോഗപ്രതിരോധ ശേഷി കൂടും. ഞങ്ങളുടെ കയ്യിൽ അവക്കാഡോ തൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചൂട് കാലാവസ്ഥയിൽ കായ്ച്ചതാണ്. അത് നിങ്ങൾ കൊണ്ടുപോയി അവർ കൃഷി ചെയ്താൽ 4 വർഷം മുതൽ 5 വർഷത്തിനുള്ളിലായിട്ട് അവക്കാഡോ കായ്ക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഫാം മാനേജർ KGM അബ്ദുൾ ലത്തീഫ്, MS കോട്ടയിൽ, പുലത്തുകുഞ്ഞു, അഡ്വക്കേറ്റ് ഖാദർ, ബാവ സ്റ്റാർജല്ലി, ശ്രീധരൻ കൊട്ടപ്പുറം തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ നഴ്സറികളിൽ നിന്നുള്ളവരും കർഷകരും ശില്പശാലയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, എയർ 1.